എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2018 ജൂണിൽ നടന്ന കേടെറ്റ് കാറ്റഗറി 1 പരീക്ഷയുടെ സൈക്കോളജിയാണ്. ഒന്നാമത്തെ ചോദ്യം, ആശയാദാന മാതൃകയുടെ വക്താവ് ആരാണ്? ആശയാദാന മാതൃകയുടെ വക്താവ് ആരാണ്? ഹൂ ഈസ് ദ പ്രൊപ്പണന്റ് ഓഫ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ? A. Vygotsky, B. Chomsky, C. Brunner, D. Gardner. Answer ഓപ്ഷൻ സി ആണ് ബ്രൂണർ. ബ്രൂണർ ആണ് കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിന്റെ വക്താവ്, അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ ആശയാദാന മാതൃകയുടെ വക്താവ്. ചോദ്യം 2, പേശി ശോഷണം സംഭവിച്ച ഒരു പ്രൈമറി സ്കൂൾ കുട്ടിയുടെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ പരിഗണന ഏതിനാണ്? പേശി ശോഷണം സംഭവിച്ച ഒരു പ്രൈമറി സ്കൂൾ കുട്ടിയുടെ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ പരിഗണന ഏതിനാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ബി ഓഫ് ദ മോസ്റ്റ് കൺസേൺ ടു ദ പാരൻസ് ഓഫ് എ primary school student with muscular dystrophy? A. തൊഴിൽ പരിശീലനം, job training. B. ചലനശേഷി, mobility. C. ഗണിതശേഷി, mathematics skills. D. വായനാശേഷി, reading ability. ആൻസർ ഓപ്ഷൻ ബി ആണ് ചലനശേഷി അഥവാ മൊബിലിറ്റി. ചോദ്യം 3, സംരചനാത്മക മൂല്യനിർണയത്തിന്റെ ആവശ്യമെന്ത്? സംരചനാത്മക മൂല്യനിർണയത്തിന്റെ ആവശ്യമെന്ത്? ദ പർപ്പസ് ഓഫ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഈസ് എ. എന്തളക്കണമെന്ന് തീരുമാനിക്കാൻ, ഡിസിഷൻ ഓഫ് വാട്ട് ടു മെഷർ. ബി. പരീക്ഷകൾ വികസിപ്പിക്കാൻ, ഡെവലപ്മെന്റ് ഓഫ് ദി ടെസ്റ്റ്. സി. കുട്ടികളുടെ പുരോഗതി വിലയിരുത്താൻ, മോണിറ്ററിംഗ് പ്രോഗ്രസ് ഓഫ് സ്റ്റുഡൻസ്. ഡി. പരീക്ഷകൾ നടപ്പിലാക്കാൻ, അഡ്മിനിസ്റ്ററിംഗ് ദ ടെസ്റ്റ്. ആൻസർ ഓപ്ഷൻ സി ആണ് കുട്ടികളുടെ പുരോഗതി വിലയിരുത്താൻ, മോണിറ്ററിംഗ് പ്രോഗ്രസ് ഓഫ് സ്റ്റുഡൻസ്. ചോദ്യം 4, പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാകുന്ന ഭയത്തിനു പറയുന്ന പേരെന്താണ്? പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാകുന്ന ഭയത്തിനു പറയുന്ന പേര് എന്താണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫോബിയ ഇൻ കണക്ഷൻ വിത്ത് ലേണിംഗ് എമംഗ് സ്റ്റുഡൻസ്? എ. സ്കൂളോഫോബിയ. ബി. ഹിപ്നോഫോബിയ. സി. ഹൈഡ്രോഫോബിയ. ഡി. സോഫോഫോബിയ. ആൻസർ ഓപ്ഷൻ ഡി ആണ് സോഫോഫോബിയ. ചോദ്യം 5, താഴെ കൊടുത്തവയിൽ പഠിതാക്കളുടെ വിമർശനാത്മക ചിന്തയെ ഏറ്റവും കുറഞ്ഞ അളവിൽ പരിപോഷിപ്പിക്കുന്ന രീതി ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഠിതാക്കളുടെ വിമർശനാത്മക ചിന്തയെ ഏറ്റവും കുറഞ്ഞ അളവിൽ പരിപോഷിപ്പിക്കുന്ന രീതി ഏതാണ്? Among the following methods, which one is least suitable to encourage critical thinking among the students? A. ചർച്ച, discussion. B. പ്രഭാഷണം, lecture method. C. സംവാദം, debate. D. brainstorming. ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രഭാഷണം അഥവാ ലെക്ചർ മെത്തേഡ്. ചോദ്യം 6, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര്? ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ എ. ലിക്കർട്ട്. ബി. എറിക്സൺ. സി. ഹൊവാർഡ് ഗാർഡനർ. ഡി. തേഴ്സ്റ്റൺ. ആൻസർ ഓപ്ഷൻ സി ആണ് ഹൊവാർഡ് ഗാർഡനർ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം
അഥവാ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് മുന്നോട്ട് വെച്ചത് ഹൊവാർഡ് ഗാർഡനറാണ്. ചോദ്യം 7. 6 വയസ്സുവരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികക്ക് അവശ്യം ഉണ്ടായിരിക്കേണ്ട വൈകാരിക ഗുണം താഴെ പറയുന്നവയിൽ ഏതാണ്? 6 വയസ്സുവരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികക്ക് അവശ്യം ഉണ്ടായിരിക്കേണ്ട വൈകാരിക ഗുണം താഴെ പറയുന്നവയിൽ ഏതാണ്? Which of the following is the most essential emotional quality for an early childhood teacher? A. പരിചരണം caring. B. അനുതാപം empathy. C. ദയ kindness. D. സഹാനുഭൂതി sympathy. ആൻസർ ഓപ്ഷൻ എ ആണ്, പരിചരണം അഥവാ കെയറിംഗ്. ചോദ്യം 8. വൈകാരിക ശേഷി എന്നാൽ എന്താണ്? വൈകാരിക ശേഷി എന്നാൽ എന്ത്? വാട്ട് ഈസ് ഇമോഷണൽ കോമ്പിറ്റൻസി? എ. നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കുവാനുമുള്ള കഴിവ്. The ability to understand and regulate our emotions. B. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ്. The ability to understand other people's perspectives and intentions. C. വൈകാരിക സന്ദർഭങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. The ability to manage emotional situations. D. ഇവയെല്ലാം തന്നെ, all of these. ആൻസർ ഓപ്ഷൻ ഡി ആണ്. വൈകാരിക ശേഷി അഥവാ ഇമോഷണൽ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ ഇവയെല്ലാം, ഈ പറഞ്ഞതെല്ലാം ഇതിൽ ഉൾപ്പെടും. നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാനും നിയന്ത്രിക്കുവാനുമുള്ള കഴിവ്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവ്, വൈകാരിക സന്ദർഭങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. ഇതാണ് വൈകാരിക ശേഷി എന്നറിയപ്പെടുന്നത്. ചോദ്യം 9. താഴെ കൊടുത്തവയിൽ പഠന വൈകല്യത്തിന് കാരണമാകാനിടയില്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തവയിൽ പഠന വൈകല്യത്തിന് കാരണമാകാനിടയില്ലാത്തത് ഏതാണ്? ലേണിംഗ് ഡിസാബിലിറ്റി മേ ഒക്യുർ ഡ്യൂ ടു ഓൾ ഓഫ് ദി ഫോളോയിങ് എക്സെപ്റ്റ്. എ. സാംസ്കാരിക ഘടകങ്ങൾ കൾച്ചറൽ ഫാക്ടേഴ്സ്. ബി. വൈകാരിക പ്രശ്നങ്ങൾ ഇമോഷണൽ ഡിസ്റ്റർബൻസസ്. സി. പെരുമാറ്റ വൈകല്യങ്ങൾ ബിഹേവിയറൽ ഡിസ്റ്റർബൻസ്. ഡി. സെറിബ്രത്തിന്റെ തകരാറ് സെറിബ്രൽ ഡിസ്ഫങ്ഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, സാംസ്കാരിക ഘടകങ്ങൾ കൾച്ചറൽ ഫാക്ടേഴ്സ്. ചോദ്യം 10. സാമൂഹിക ചോദകങ്ങൾ താഴെ കൊടുത്തവയിൽ ഏതിനോടാണ് യോജിക്കുന്നത്? സാമൂഹിക ചോദകങ്ങൾ താഴെ കൊടുത്തവയിൽ ഏതിനോടാണ് യോജിക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മാച്ചിങ് വിത്ത് സോഷ്യൽ മോട്ടീവ്സ്? എ. പ്രൈമറി. ബി. സെക്കൻഡറി. സി. വ്യക്തിഗതം. ഡി. ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്, സെക്കൻഡറി. 11. ഒരു കുട്ടി 25നെ 52ആയും ബിയെ ഡി ആയും സംശയിക്കുന്നു. ഈ കുട്ടി താഴെ കൊടുത്തവയിൽ ഏതു വിഭാഗത്തിൽ പെടുന്നു? ഒരു കുട്ടി 25നെ 52ആയും ബിയെ ഡി ആയും സംശയിക്കുന്നു. ഈ കുട്ടി താഴെ കൊടുത്തവയിൽ ഏതു വിഭാഗത്തിൽ പെടുന്നു? എ. ബുദ്ധിമാന്ദ്യം മെന്റൽ ഇമ്പയർമെന്റ്. ബി. പഠന വൈകല്യം ലേണിംഗ് ഡിസാബിലിറ്റി. സി. കാഴ്ച വൈകല്യം വിഷ്വൽ ഇമ്പയർമെന്റ്. ഡി. മാനസിക വൈകല്യം മെന്റൽ റിട്ടാർഡേഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്, പഠന വൈകല്യം അഥവാ ലേണിംഗ് ഡിസാബിലിറ്റി. ചോദ്യം 12. IQ നിർണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? IQ നിർണയിക്കുന്നതിനുള്ള ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? The formula to determine IQ was first presented by A. Alfred Binet.
ബി വില്യം സ്റ്റേൺ, സി ഗിൽഫോർഡ്, ഡി ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ ബി ആണ്, വില്യം സ്റ്റേൺ. ചോദ്യം 13. താഴെ കൊടുത്ത പ്രവർത്തനങ്ങളിൽ ഏതാണ് കുറഞ്ഞ അളവിൽ സൂക്ഷ്മ പേശി ചലനം ആവശ്യപ്പെടുന്നത്? താഴെ കൊടുത്ത പ്രവർത്തനങ്ങളിൽ ഏതാണ് കുറഞ്ഞ അളവിൽ സൂക്ഷ്മ പേശി ചലനം ആവശ്യപ്പെടുന്നത്? Which of the following activities demand the least finer motor activities? എ പേന കൊണ്ട് എഴുതൽ, ബി ക്രയോൺസ് ഉപയോഗിച്ച് നിറം കൊടുക്കൽ, സി തറയിൽ നിന്ന് സൂചി പെറുക്കിയെടുക്കൽ, ഡി മിനുസമുള്ള തറയിൽ നിന്നും മഞ്ചാടി പെറുക്കൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്രയോൺസ് ഉപയോഗിച്ച് നിറം കൊടുക്കൽ. ചോദ്യം 14. പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസം നടക്കുന്നതിൻ്റെ ശരിയായ ക്രമം ഏതാണ്? പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസം നടക്കുന്നതിൻ്റെ ശരിയായ ക്രമം ഏതാണ്? Which is the right order of cognitive development suggested by Piaget? എ ഇന്ദ്രിയ ചാലക ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം. സെൻസറി മോട്ടോർ പീരീഡ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ പീരീഡ്, ഫോർമൽ ഓപ്പറേഷണൽ പീരീഡ്, പ്രീ ഓപ്പറേഷണൽ പീരീഡ്. ബിയും സിയും ഡിയിലും ഒക്കെ ഇതേ കാര്യം തന്നെ പല ക്രമത്തിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏത് ഓപ്ഷനാണ് ശരി എന്നാണ് ചോദ്യം. ശരിയായ ഓപ്ഷൻ ബി ആണ്. ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഇംഗ്ലീഷിൽ സെൻസറി മോട്ടോർ പീരീഡ്, പ്രീ ഓപ്പറേഷണൽ പീരീഡ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ പീരീഡ്, ഫോർമൽ ഓപ്പറേഷണൽ പീരീഡ്. ബി എന്ന ഓപ്ഷനാണ് ശരി. ചോദ്യം 15. താഴെ കൊടുത്തവയിൽ ഡിസ്ലെക്സിയ എന്ന പദവുമായി ബന്ധപ്പെടുന്നത് ഏത്? താഴെ കൊടുത്തവയിൽ ഡിസ്ലെക്സിയ എന്ന പദവുമായി ബന്ധപ്പെടുന്നത് ഏതാണ്? Which of the following is connected with the term dyslexia? എ വായനാ വൈകല്യം, റീഡിംഗ് ഡിസോർഡർ, ബി പെരുമാറ്റ വൈകല്യം, ബിഹേവിയറൽ ഡിസോർഡർ, സി മാനസിക വൈകല്യം, മെന്റൽ ഡിസോർഡർ, ഡി ഗണിത പഠന വൈകല്യം, മാത്തമാറ്റിക്കൽ ഡിസോർഡർ. ആൻസർ ഓപ്ഷൻ എ ആണ്, വായനാ വൈകല്യം അഥവാ റീഡിംഗ് ഡിസോർഡർ. ചോദ്യം 16. ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? Which of the following is the most appropriate strategy that can be used to solve classroom problems? A. Survey, B. Case study, സി ക്രിയാ ഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച്, ഡി നിരീക്ഷണം അഥവാ ഒബ്സർവേഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്, ക്രിയാ ഗവേഷണം അഥവാ ആക്ഷൻ റിസർച്ച്. ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ക്രിയാ ഗവേഷണമാണ് അഥവാ ആക്ഷൻ റിസർച്ചാണ്. 17. ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം ഏതാണ്? The smallest meaningful units of language are A. അർത്ഥം, സെമാൻറ്റിക്സ്, ബി വാക്യഘടന, സിൻടാക്സ്, സി രൂപിമം, മോർഫീംസ്, ഡി സ്വനിമം, ഫോണീംസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, രൂപിമം അഥവാ മോർഫീംസ്. ഭാഷയിലെ
അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകമാണ് രൂപിമം അഥവാ മോർഫീംസ്. 18. കുട്ടികൾക്ക് ഗ്രേഡ് നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കുട്ടികൾക്ക് ഗ്രേഡ് നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്ത്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഗ്രേഡിംഗ് ചിൽഡ്രൻ? എ. അധ്യാപികക്ക് കുട്ടിയുടെ കഴിവുകൾ വിലയിരുത്തുന്നതിന്. ബി. കുട്ടികളുടെ പഠന പുരോഗതിയെക്കുറിച്ച് വിവരം നൽകുന്നതിന്. സി. കുട്ടികൾ എത്രമാത്രം മിടുക്കന്മാരാണെന്ന് രക്ഷിതാവിനെ അറിയിക്കുന്നതിന്. ഡി. കുട്ടികളെ പഠിക്കാൻ നിർബന്ധിക്കുന്നതിന്. ആൻസർ ഓപ്ഷൻ ബി ആണ്. കുട്ടികളുടെ പഠന പുരോഗതിയെക്കുറിച്ച് വിവരം നൽകുന്നതിന്. ചോദ്യം 19. മാസ്ലോ വിവരിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ആദ്യ പടി ഏതാണ്? മാസ്ലോ വിവരിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ആദ്യ പടി ഏതാണ്? At the base of hierarchy of needs, Maslow describes A. സാമൂഹിക ആവശ്യങ്ങൾ സോഷ്യൽ നീഡ്സ്. ബി. സുരക്ഷാ ആവശ്യങ്ങൾ സേഫ്റ്റി നീഡ്സ്. സി. ശാരീരിക ആവശ്യങ്ങൾ ഫിസിയോളജിക്കൽ നീഡ്സ്. ഡി. വളർച്ചയുടെ ആവശ്യങ്ങൾ ഗ്രോത്ത് നീഡ്സ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ശാരീരിക ആവശ്യങ്ങൾ അഥവാ ഫിസിയോളജിക്കൽ നീഡ്സ്. ചോദ്യം 20. താൻ നിരീക്ഷിക്കുന്ന കുട്ടിയുടെ സജീവ പെരുമാറ്റത്തെക്കുറിച്ച് അധ്യാപിക നിരന്തരം രേഖപ്പെടുത്തുന്ന കുറിപ്പുകളാണ്. താൻ നിരീക്ഷിക്കുന്ന കുട്ടിയുടെ സജീവ പെരുമാറ്റത്തെക്കുറിച്ച് അധ്യാപിക നിരന്തരം രേഖപ്പെടുത്തുന്ന കുറിപ്പുകളാണ് റണ്ണിംഗ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആക്റ്റീവ് ബിഹേവിയർ ഓഫ് എ സ്റ്റുഡൻറ് as observed by the teacher is A. ഉപാഖ്യാന രേഖ anecdotal record. B. ആത്മകഥ ഓട്ടോബയോഗ്രഫി. സി. അഭിമുഖം ഇന്റർവ്യൂ. ഡി. കേസ് സ്റ്റഡി. ആൻസർ ഓപ്ഷൻ എ ആണ്. ഉപാഖ്യാന രേഖ അഥവാ anecdotal record. 21. വികസന പ്രവൃത്തി അഥവാ ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന ആശയത്തെ ജനകീയമാക്കിയത് ആരാണ്? വികസന പ്രവൃത്തി അഥവാ ഡെവലപ്മെന്റൽ ടാസ്ക് എന്ന ആശയത്തെ ജനകീയമാക്കിയത് ആരാണ്? എ. ഗസൽ. ബി. ഹർലോക്ക്. സി. ഹിൽഗാർഡ്. ഡി. ഹാവിഗസ്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഹാവിഗസ്റ്റ്. ചോദ്യം 22. വിക്ക് എന്ന സംസാര തടസ്സത്തെ പരിഹരിക്കുന്നതിന് അവലംബിക്കാവുന്ന തന്ത്രം ഏതാണ്? വിക്ക് എന്ന സംസാര തടസ്സത്തെ പരിഹരിക്കുന്നതിന് അവലംബിക്കാവുന്ന തന്ത്രം ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു അഡ്രസ് സ്റ്റട്ടറിംഗ്? എ. ബോധപൂർവമായ സംസാരം പർപ്പസ്ഫുൾ സ്പീച്ച്. ബി. പ്രായോഗിക സന്ദർഭത്തിലുള്ള സംസാരം പ്രാക്ടിക്കൽ സ്പീച്ച്. സി. ദീർഘമായ സംസാരം പ്രൊലോങ്ഡ് സ്പീച്ച്. ഡി. താമസിച്ചുള്ള സംസാരം ഡിലേഡ് സ്പീച്ച്. ആൻസർ ഓപ്ഷൻ സി ആണ്. ദീർഘമായ സംസാരം പ്രൊലോങ്ഡ് സ്പീച്ച്. ചോദ്യം 23. കുട്ടിയുടെ പഠന നേട്ടം അളക്കുന്നതിനുള്ള ശോധകം ഏതാണ്? കുട്ടിയുടെ പഠന നേട്ടം അളക്കുന്നതിനുള്ള ശോധകം ഏതാണ്? The test that measures learning outcome of student is A. സിദ്ധി ശോധകം അച്ചീവ്മെന്റ് ടെസ്റ്റ്. ബി. അഭിക്ഷമത പരീക്ഷ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സി. അഭിഭാവ മാപിനി ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. ഡി. ബുദ്ധിശോധകം ഇന്റലിജൻസ് ടെസ്റ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ്. സിദ്ധിശോധകം അച്ചീവ്മെന്റ് ടെസ്റ്റ്. ചോദ്യം 24. പഠനത്തെ എങ്ങനെ നിർവചിക്കാം? പഠനത്തെ എങ്ങനെ നിർവചിക്കാം? ലേണിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ്
എ അനുഭവങ്ങളിലൂടെ കിട്ടുന്ന സ്ഥിരമായ സ്വഭാവമാറ്റം. എ പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ റിസൾട്ടിംഗ് ഫ്രം എക്സ്പീരിയൻസ്. ബി സ്വഭാവമാറ്റം. എ ചേഞ്ച് ഇൻ ബിഹേവിയർ. സി അനുഭവങ്ങളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും നേടിയെടുത്ത നിരീക്ഷണയോഗ്യമായ സ്വഭാവമാറ്റം. An observable change in behavior resulting from experience in the environment. ഡി പഠനത്തിലൂടെ ആർജിച്ചെടുത്ത ആപേക്ഷിക സ്ഥിരതയുള്ള വിവരങ്ങൾ. എ റിലേറ്റീവ്ലി പെർമനന്റ് അക്വിസിഷൻ ഓഫ് ഇൻഫർമേഷൻ. ആൻസർ ഓപ്ഷൻ സി ആണ്. പഠനത്തിന്റെ നിർവചനം അനുഭവങ്ങളിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും നേടിയെടുത്ത നിരീക്ഷണയോഗ്യമായ സ്വഭാവമാറ്റം. An observable change in behavior resulting from experience in the environment. ഓപ്ഷൻ സി ആണ് ഉത്തരം. ചോദ്യം 25. രക്ഷിതാക്കളുടെ പ്രബലനത്തോടുള്ള പ്രതികരണമായി കുട്ടികൾ ഉചിതമായ ശബ്ദവും രൂപവും ആർജിക്കുന്നു. ഏതു ഭാഷാവികാസ സിദ്ധാന്തമാണ് ഇങ്ങനെ നിർദ്ദേശിക്കുന്നത്? രക്ഷിതാക്കളുടെ പ്രബലനത്തോടുള്ള പ്രതികരണമായി കുട്ടികൾ ഉചിതമായ ശബ്ദവും രൂപവും ആർജിക്കുന്നു. ഏതു ഭാഷാവികാസ സിദ്ധാന്തമാണ് ഇങ്ങനെ നിർദ്ദേശിക്കുന്നത്? Which theory of language development suggests that children learn appropriate sounds and words in reaction to their parents' reinforcement? A. വ്യവഹാരവാദം ബിഹേവിയറിസം. ബി ജ്ഞാനനിർമ്മിതിവാദം കൊഗ്നിറ്റീവിസം. സി സാമഗ്രവാദം ജസ്റ്റാൾട്ടിസം. ഡി മാനവികതാവാദം ഹ്യൂമാനിസം. ആൻസർ ഓപ്ഷൻ എ ആണ് വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം. ചോദ്യം 26. താഴെ കൊടുത്തവയിൽ ഏതു നിരീക്ഷണമാണ് നോം ചോംസ്കിയുടെ ഭാഷാർജനത്തെ അനുകൂലിക്കുന്നത്? താഴെ കൊടുത്തവയിൽ ഏതു നിരീക്ഷണമാണ് നോം ചോംസ്കിയുടെ ഭാഷാർജനത്തെ അനുകൂലിക്കുന്നത്? Which is an observation that supports Noam Chomsky's ideas about language acquisition? എ കുട്ടിയുടെ ഭാഷാവികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത്. ബി കുട്ടികൾ വളരെ വേഗത്തിലും അനായാസമായും ഭാഷാശേഷി കൈവരിക്കുന്നു. സി ഭാഷാവികാസ ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ പ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഡി ഇവയെല്ലാം തന്നെ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം തന്നെ. ഇവയെല്ലാം നോം ചോംസ്കിയുടെ ഭാഷാർജനത്തെ അനുകൂലിക്കുന്നവയാണ്. കുട്ടിയുടെ ഭാഷാവികാസം ഏത് സംസ്കാരത്തിലായാലും ഒരേ രീതിയിലാണ് നടക്കുന്നത്. കുട്ടികൾ വളരെ വേഗത്തിലും അനായാസമായും ഭാഷാശേഷി കൈവരിക്കുന്നു. ഭാഷാവികാസ ഘട്ടങ്ങൾ ഭൂരിഭാഗം കുട്ടികളിലും ഒരേ പ്രായത്തിൽ തന്നെയാണ് നടക്കുന്നത്. ഇവ മൂന്നും ശരിയാണ്. ചോദ്യം 27. ആദി ബാല്യദശയിൽ പിതാവിനോട് പുത്രി കാണിക്കുന്ന തീവ്രമായ വൈകാരിക ബന്ധത്തെ വിളിക്കുന്ന പേര്? ആദി ബാല്യദശയിൽ പിതാവിനോട് പുത്രി കാണിക്കുന്ന തീവ്രമായ വൈകാരിക ബന്ധത്തെ വിളിക്കുന്ന പേര്? The intense emotional attachment showed by a girl towards her father during the early childhood is called A. മനോലൈംഗിക വികാസം സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്. ബി ഈഡിപ്പസ് കോംപ്ലക്സ്. സി മനോവിശ്ലേഷണം സൈക്കോ അനാലിസിസ്. ഡി ഇലക്ട്ര കോംപ്ലക്സ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇലക്ട്ര കോംപ്ലക്സ്. ചോദ്യം 28. പിയാഷെയുടെ അഭിപ്രായത്തിൽ ഏതു വികാസ ഘട്ടത്തിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന ബോധം വികസിക്കുന്നത്? പിയാഷെയുടെ അഭിപ്രായത്തിൽ ഏതു വികാസ ഘട്ടത്തിലാണ് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന ബോധം വികസിക്കുന്നത്?
according to Piaget, in which developmental stage object permanence develops? A. ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ പീരീഡ്. ബി. മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷൻ പീരീഡ്. സി. ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ പീരീഡ്. ഡി. പ്രാഗ് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ പീരീഡ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ പീരീഡ്. ചോദ്യം 29. ഏത് സാഹചര്യത്തിൽ നടപ്പിലാക്കിയാലും ഒരേ സ്കോർ ലഭിക്കുന്നുവെങ്കിൽ അത്തരം ടെസ്റ്റിന്റെ ഏത് ഗുണമാണ് ഇവിടെ പ്രകടമാകുന്നത്? ഏതു സാഹചര്യത്തിൽ നടപ്പിലാക്കിയാലും ഒരേ സ്കോർ ലഭിക്കുന്നുവെങ്കിൽ അത്തരം ടെസ്റ്റിന്റെ ഏത് ഗുണമാണ് ഇവിടെ പ്രകടമാകുന്നത്? The quality of test to give same scores when administered at different occasions is A. സാധുത, വാലിഡിറ്റി. ബി. വിവേചനപരത, ഡിഫറൻഷ്യബിലിറ്റി. സി. വസ്തുനിഷ്ഠത, ഒബ്ജക്റ്റിവിറ്റി. ഡി. വിശ്വാസ്യത, റിലയബിലിറ്റി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വിശ്വാസ്യത, റിലയബിലിറ്റി. 30. താഴെ കൊടുത്തവയിൽ പ്രക്ഷേപണ രീതി ഏതാണ്? താഴെ കൊടുത്തവയിൽ പ്രക്ഷേപണ രീതി ഏതാണ്? Which of these tests are projective tests? A. Thematic apperception test. B. റോഷ മഷിയൊപ്പ് പരീക്ഷ, റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്. സി. വൈയക്തിക പ്രശ്ന പരിഹരണ രീതി, പേഴ്സണൽ പ്രോബ്ലം സോൾവിംഗ് സിസ്റ്റം. ഡി. എയും ബിയും. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എയും ബിയും. അതായത് തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റും റോഷ മഷിയൊപ്പ് പരീക്ഷ അഥവാ റോഷ ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ്, ഇവ രണ്ടുമാണ് പ്രക്ഷേപണ രീതി അഥവാ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഈ കൂട്ടത്തിൽ.